നമ്മളിന്ന് 542 നാമത്തിൽ തുടങ്ങി 571 വരെയുള്ള നാമങ്ങളിൽ കൂടി ദേവിയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ പോവുകയാണ്. ശ്ലോകങ്ങൾ 111 മുതൽ 115 വരെ. 111 ശ്ലോകം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക. പുണ്യകീർത്തി, പുണ്യം നൽകുന്നതിൽ വളരെ കീർത്തിയുള്ളവൾ, പുണ്യവാന്മാരാൽ മാത്രം കീർത്തനം ചെയ്യപ്പെടുന്നവൾ, കീർത്തനം ചെയ്താൽ പുണ്യം തരുന്നവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണുന്നു. പുണ്യം ചെയ്യുക എന്നതുകൊണ്ട് ജനങ്ങളെ സേവിക്കുക, പൂജകൾ, ഹോമങ്ങൾ, ഉപാസന എന്നിവ സാധ്യമാക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പുണ്യലഭ്യ, പൂർവ്വ പുണ്യങ്ങളാൽ ലഭിക്കപ്പെടുന്നവളാണ് ദേവിയെന്ന് അർത്ഥം പറയുന്നു. പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യപാപങ്ങൾ പിന്നീടുള്ള ജന്മത്തിലും അനുഭവിക്കുമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് പൂർവ്വജന്മ പുണ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജന്മത്തിൽ ദേവിയെ ഭജിക്കുവാനും പ്രാപ്തമാക്കുവാനും സാധിക്കുകയുള്ളൂ എന്നർത്ഥം വരുന്നു. പുണ്യശ്രവണ കീർത്തന, പുണ്യങ്ങളായ ശ്രവണകീർത്തനങ്ങളോട് കൂടിയവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. ദേവിയുടെ അവതാരകഥകൾ കേൾക്കുക, മഹാത്മ്യം മനസ്സിലാക്കുക, സ്തോത്രങ്ങൾ ചൊല്ലുക എന്നിവ കൊണ്ട് ദേവി തൃപ്തിയായി നമുക്ക് പുണ്യം നൽകുന്നു എന്ന് പറയുന്നു. ദേവിയെപ്പറ്റിയുള്ള ചരിതങ്ങളും സ്തുതികളും അനേകമുണ്ട്. ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യം തുടങ്ങി പലതും. അവയിലേതെങ്കിലും ഒന്ന് മുടങ്ങാതെ പാരായണം ചെയ്യുന്നതുകൊണ്ട് അവയുടെ ഫലശ്രുതിയിൽ പറയുന്ന ഫലങ്ങൾ കിട്ടുമെന്ന് അർത്ഥമാക്കുന്നു. പുലോമജാർച്ചിത, പുലോമജ ദേവേന്ദ്രൻ്റെ പത്നി ശചീദേവിയാണ്. വൃത്രാസുരനെ വധിച്ച ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തിന് വിധേയനായി ഇന്ദ്രലോകം വിട്ട് പലായനം ചെയ്യുമ്പോൾ നഹുഷന് ഇന്ദ്രപദവി ലഭിച്ചു. എന്നാൽ അനർഹമായ അധികാരവും അംഗീകാരവും കിട്ടിയ നഹുഷൻ ശചീദേവിയെ തൻ്റെ ഭാര്യയാക്കുവാൻ ശ്രമിച്ചപ്പോൾ ശചീദേവി ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം ദേവീപൂജ ചെയ്തുവെന്നും അങ്ങനെ ശുഭമായ ഫലം നേടി എന്നും പറയുന്നു. അതുകൊണ്ടാണ് ദേവിയെ പുലോമജാർച്ചിത എന്ന് പറയുന്നത്. ബന്ധമോചിനി, എല്ലാ സംസാരബന്ധങ്ങളിൽ നിന്നും മോചനം തരുന്നവളാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് വിഘ്നം വരുന്നത് ബന്ധം മൂലമാണ് എന്ന് പറയുന്നു. ഐഹിക ജീവിതത്തിൽ ഒരാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന പലതരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരിക്കും. ഈ വക ബന്ധങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ അതായത് തടവ് മുതലായവയിൽ നിന്നും ദേവി തൻ്റെ ഉപാസകന് മോചനം നൽകുന്നു എന്ന് പറയുന്നു. ബർബരാളക, മനോഹരമായ തലമുടിയോട് കൂടിയവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. 112 ശ്ലോകം. വിമർശരൂപിണി വിദ്യ വിയദാതി ജഗത്പ്രസൂ സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി. വിമർശരൂപിണി, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ അതായത് രുദ്രൻ, ഈശ്വരൻ അതായത് ഈശാനൻ, സദാശിവൻ എന്ന പഞ്ചബ്രഹ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ശക്തി, തേജോമയമായ പരബ്രഹ്മത്തിൽ നിന്ന് ഒരിക്കലും വേർപെടുത്താനാവാത്ത ശക്തി എന്നൊക്കെ ആണ് വിമർശം എന്ന പദത്തിന് അർത്ഥം പറയുന്നത്. അപ്പോൾ ദേവി പ്രകാശമയമായ പരബ്രഹ്മത്തിൻ്റെ സ്വതവേയുള്ള സ്ഫുരണമായവളാണ് എന്നാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രകാശ വിമർശ രൂപമാണ് പരബ്രഹ്മം. പ്രകാശം പരമശിവനും വിമർശം ശക്തി അതായത് ദേവിയും. വിമർശമില്ലാതെ പ്രകാശം കാണാൻ സാധിക്കുകയില്ല. വിദ്യ, ദേവി ജ്ഞാനസ്വരൂപിണിയാണ് എന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. മോക്ഷം പ്രദാനം ചെയ്യുന്ന വിദ്യയാണ് ദേവി. ആധ്യാത്മിക ജ്ഞാനമാണ് വിദ്യ, മറ്റുള്ളതെല്ലാം അവിദ്യയാണ്. വിയദാതി ജഗത് പ്രസൂഹു, ആകാശം തുടങ്ങിയ ജഗത്തിനെ പ്രസവിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. സർവവ്യാധി പ്രശമനി, വ്യാധികൾ എന്നാൽ രോഗങ്ങൾ, എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നവളാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. ദേവിയിൽ ശരണം പ്രാപിക്കുന്നവർക്ക് ആധിയും വ്യാധിയും ഉണ്ടാകില്ല എന്ന് അർത്ഥമാക്കുന്നു. ദേവിയുടെ ആരാധന കൊണ്ട് മനസ്സിന് ശാന്തി ലഭിക്കുന്നു. സർവമൃത്യുനിവാരിണി, മരണത്തെ
അകാലമൃത്യു അതായത് അപമൃത്യു, കാലമൃത്യു എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. എല്ലാതരം മൃത്യുവിനെയും നിവാരണം ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ജീവിച്ച് മരിക്കുന്നതാണ് കാലമൃത്യു. വ്യാധികൾ, അപകടങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന മരണത്തെ അകാലമൃത്യു എന്ന് പറയുന്നു. 113 ശ്ലോകം. അഗ്രഗണ്യ ചിന്ത്യരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത. അഗ്രഗണ്യ ചിന്ത്യരൂപ. അഗ്രഗണ്യ ചിന്ത്യരൂപ എന്നത് രണ്ടു നാമങ്ങളായിട്ട് മനസ്സിലാക്കണം. അഗ്രഗണ്യ എന്നും അചിന്ത്യരൂപ എന്നും. അഗ്രഗണ്യ എല്ലാവരിലും വച്ച് ആദ്യമായി ഗണിക്കപ്പെടുവാൻ അർഹയായവൾ, ഗുണങ്ങളുള്ളവളും അതിൽ ആദ്യമായവളും എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥമുണ്ട്. കാര്യത്തിന് ആദികാരണമായതുകൊണ്ടും അഗ്രഗണ്യ എന്ന് പറയുന്നു. ത്രിമൂർത്തികൾക്കും കാരണമായ ദേവി തന്നെയാണ് ആദ്യമായി സേവിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നു. മരുത്ത് മുതലായ ഗണങ്ങളെ ഉള്ളവളാണ് ദേവി എന്ന് പറയുന്നു. അചിന്ത്യരൂപ, ദേവിയെ ഈ നാമത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തോടു കൂടിയവളെന്ന് വിശേഷിപ്പിക്കുന്നു. ദേവി നിർഗുണ സ്വരൂപമാണെന്നും ഗുണത്തോടു കൂടിയതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു. ചിന്തയ്ക്ക് അതീതമാണ് ദേവി. കലികൽമഷനാശിനി, ദേവി കലിയുഗത്തിലെ പാപങ്ങളെ നശിപ്പിക്കുന്നവളാണ് എന്നിവിടെ അർത്ഥം പറയുന്നു. പാപകർമ്മങ്ങൾ ഏറ്റവും അധികം ഉണ്ടാകുന്നത് കലിയുഗത്തിലാണ് എന്ന് പറയുന്നു. എന്നാൽ ദേവിയുടെ ആരാധനയാൽ ഈ ദോഷങ്ങളെയെല്ലാം ദേവി നശിപ്പിക്കുന്നു. കാത്യായനി, കഥൻ എന്ന മഹർഷിയുടെ പുത്രി, എല്ലാ ദേവന്മാരുടെയും തേജസ്സായ മൂർത്തി, ഓഡ്യാണപീഠ അഭിമാനി എന്നൊക്കെയാണ് ഈ നാമത്തിന് അർത്ഥം പറയുന്നത്. ദേവി കഥൻ എന്ന മഹർഷിയുടെ പ്രാർത്ഥനയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പുത്രിയായി ജനിച്ചിട്ടുണ്ട് എന്നതിനാൽ കാത്യായനി എന്ന് പറയുന്നു. എല്ലാ ദേവന്മാരുടെയും ശക്തി ദേവിയിലുണ്ട് എന്ന് നാം കണ്ടു. അതായത് എല്ലാ ദേവന്മാരുടെയും തേജസ്സിൻ്റെ സമൂഹം മൂർത്തീകരിച്ച ദേവിയാണ് കാത്യായനി. മഹിഷാസുരമർദ്ദനത്തിനാണ് ദേവി കാത്യായനിയായി അവതരിച്ചതെന്ന് ദേവി മഹാത്മ്യത്തിൽ കാണാം. കാളികാപുരാണം പ്രകാരം ഓഡ്യാണപീഠത്തിലെ ദേവി കാത്യായനിയാണ്. കാലഹന്ത്രി, ഈ നാമത്തിൽ ദേവിയെ ശിവപത്നി, കാലനെ ഹനിക്കുന്നവൾ, കാലത്തെ നശിപ്പിക്കുന്നവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ശിവൻ കാലനെ ഹനിച്ചതിനാൽ കാലഹന്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശിവൻ്റെ പത്നി കാലഹന്ത്രി. ശിവരൂപിണിയായി കാലനെ ഹനിച്ചവളെന്നും വ്യാഖ്യാനിക്കാമത്രേ. കാലത്തിനെ സമയം എന്ന് പറയാമത്രേ. അപ്പോൾ കാലത്തിൻ്റെ കർത്താവാണ് ദേവി എന്ന് പറയുന്നു. കമലാക്ഷ നിഷേവിത, ദേവിയെ കമലാക്ഷനാൽ അതായത് വിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവൾ എന്നിവിടെ വിശേഷിപ്പിക്കുന്നു. ദേവി ഉപാസകരിൽ അഗ്രഗണ്യനാണത്രേ മഹാവിഷ്ണു. ദേവിയെ പൂജിച്ചതുകൊണ്ടാണ് വിഷ്ണുത്വം ലഭിച്ചത് എന്ന് പറയുന്നു. 114 ശ്ലോകം. താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി. താംബൂലപൂരിതമുഖി, കർപ്പൂരവീടുക എന്ന താംബൂലം കൊണ്ട് പൂരിതമായ മുഖത്തോടു കൂടിയവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദേവി ഉപയോഗിക്കുന്ന താംബൂലത്തിൻ്റെ പേര് കർപ്പൂരവീടുക എന്നാണ് എന്ന് നാം കർപ്പൂരവീടുകാമോദ സമാകർഷദിഗന്ധര എന്നതിൽ കണ്ടിട്ടുള്ളതാണ്. താംബൂല ചർവണത്താൽ ദേവിയുടെ ചുണ്ടുകൾ ചുവന്നിരിക്കുന്നു എന്ന് പറയാം. ദാഡിമീ കുസുമപ്രഭ, മാതളനാരകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഒന്നാണ് ദാഡിമം. ഈ ചെടിയിൽ ആകർഷകമായ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളുണ്ടാകും എന്നല്ലാതെ ഫലങ്ങളുണ്ടാവില്ല എന്ന് പറയുന്നു. ഈ ചെടിയുടെ പുഷ്പങ്ങളുടെ ദാഡിമി പ്രഭയോട് കൂടിയവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ദാഡിമി പുഷ്പം ദേവിയുടെ പൂജയ്ക്ക് ഉത്തമമാണ് എന്ന് പറയുന്നു. മൃഗാക്ഷി, മാനിൻ്റെ കണ്ണുകളെപ്പോലെ എപ്പോഴും ചഞ്ചലമായ കണ്ണുകളോട് കൂടിയവളെന്ന് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. വളരെ മനോഹരമായതുമാണ് ഈ കണ്ണുകൾ. മോഹിനി, എല്ലാവരെയും മോഹിപ്പിക്കുന്നവൾ. മോഹിനി വേഷം ധരിച്ച മഹാവിഷ്ണു, ബ്രഹ്മാവിൻ്റെ ധ്യാനത്തിൽ പ്രത്യക്ഷമായവൾ എന്നൊക്കെ ഇവിടെ അർത്ഥം കാണുന്നു. അവിദ്യാസ്വരൂപിണിയായി
ആത്മതത്വം മറന്ന് ഐഹിക ഭോഗങ്ങളിൽ ഭ്രമിപ്പിക്കുന്നു ദേവി. അതുകൊണ്ട് മോഹിനി എന്ന് പറയുന്നു. ജഗത്തിനെ മുഴുവൻ ദേവി മോഹിപ്പിക്കുന്നു. മഹാവിഷ്ണു ദേവിയെ സ്മരിച്ചാണ് മോഹിനി വേഷമെടുത്തത് എന്ന് പറയുന്നു. പരമശിവൻ്റെ ആഗ്രഹപ്രകാരം വീണ്ടും ദേവിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് മോഹിനി വേഷത്തിൽ വന്ന് പരമശിവനെ മോഹിപ്പിച്ചത് എന്നും പറയുന്നു. ബ്രഹ്മാവിൻ്റെ ധ്യാനത്തിൻ്റെ ഫലമായി ദേവന്മാരുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കുന്നതിനു വേണ്ടി പ്രത്യക്ഷപ്പെട്ട ദേവീ ചൈതന്യമാണ് മോഹിനി എന്നും പറയുന്നു. മുഖ്യ, ആദ്യമായി ഉണ്ടായവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഒന്നാമനാണ്, മുഖ്യമായതാണ് എന്നൊക്കെ അർത്ഥം വരുന്നു. സൃഷ്ടികളെല്ലാം ദേവിയിൽ നിന്ന് ഉണ്ടായതാണ് എന്നതിനാൽ എല്ലാറ്റിനും മുൻപ് ഉണ്ടായവളാണ് ദേവി. മൃഡാനി, മൃഡൻ്റെ അതായത് ശിവൻ്റെ പത്നി മൃഡാനിയാകുന്നു. സുഖദാതാവ് അതായത് മൃഡൻ ആയ ശിവനെപ്പോലെ തന്നെ മൃഡാനിയും ഭക്തർക്ക് സൗഖ്യമേകുന്നു. മിത്രരൂപിണി, മിത്രന്മാരുടെ രൂപത്തിലുള്ളവൾ, ബന്ധുരൂപത്തിലുള്ളവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണാം. മിത്രൻ എന്നാൽ സൂര്യനെന്നും അർത്ഥമുണ്ട്. ലോകബന്ധുവാണ് സൂര്യൻ. അപ്പോൾ ദേവിയെ മിത്രരൂപിണി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഐഹിക ജീവിതത്തിൽ ദേവിയുടെ ഹിതപ്രകാരം തന്നെയാണ് നമുക്ക് മിത്രങ്ങളെ ലഭിക്കുന്നതെന്ന് പറയുന്നു. ഒരു സുഹൃത്ത് ദേവിയുടെ പ്രേരണയാൽ ആപൽ സമയത്ത് ഫലേച്ഛ കൂടാതെ സഹായിക്കുന്നു എന്ന് പറയുന്നു. 115-ാം ശ്ലോകം. നിത്യതൃപ്ത ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി. നിത്യതൃപ്ത, എല്ലാ കാലവും തൃപ്തിയുള്ളവൾ, നിത്യം കൊണ്ട് തൃപ്തിയായവൾ എന്നൊക്കെ അർത്ഥം ഈ നാമത്തിനുണ്ട്. എന്നും ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മരൂപിണിയാണ് ദേവി എന്നതിനാൽ നിത്യതൃപ്ത എന്ന് പറയുന്നു. ഭക്തനിധിർ നിയന്ത്രി, ഇത് രണ്ടായി മനസ്സിലാക്കണം. ഭക്തനിധി എന്നും നിയന്ത്രി എന്നും. ഭക്തനിധി, ഭക്തന്മാർക്ക് സമ്പത്ത് അതായത് നിധി നൽകുന്നവൾ, ഭക്തന്മാരെ ഏകാഗ്രചിത്തരാക്കുന്നവൾ എന്നെല്ലാം അർത്ഥം പറയാം. നിധി എന്ന ശബ്ദത്തിന് മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കുന്നു എന്ന അർത്ഥം പറയുമത്രേ. നിധി എന്നാൽ സമ്പത്തെന്നും പറയാം. അതുകൊണ്ടെല്ലാം ദേവി ഭക്തനിധിയാണ്. നിയന്ത്രി, നിയന്ത്രിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് അർത്ഥം വരുന്നു. ഈ ജഗത്തിനെ മുഴുവനും ദേവിയാണ് നിയന്ത്രിക്കുന്നത്. ദേവിയുടെ ആജ്ഞാശക്തിയിലാണ് ഈ പ്രപഞ്ചം മുഴുവനും നടക്കുന്നത്. നിഖിലേശ്വരി, സകല ചരാചരത്തിനും അതായത് പ്രപഞ്ചത്തിനും ഈശ്വരിയായവൾ എന്നാണ് ദേവിയെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. മൈത്രേയാദിവാസനാലഭ്യ, ദേവിയെ ഇവിടെ മൈത്രി തുടങ്ങിയ വാസനകളാൽ ലഭിക്കുന്നവൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നിവയാണ് ഈ വാസനകൾ. ദേവിയാണ് മനസ്സിലെ കൽമഷം നീക്കി നിർമ്മലമാക്കുവാൻ സഹായിക്കുന്നത് എന്ന് പറയുന്നു. മഹാപ്രളയ സാക്ഷിണി, ചതുർയുഗങ്ങളുടെ അവസാനം മഹാപ്രളയം സംഭവിക്കുന്നു. ഇതാണ് നൈമിത്തിക പ്രളയം. മഹാവിഷ്ണു ഈ സമയത്ത് യോഗനിദ്രയിലാണ്ടു പോകുന്നു. മഹാപ്രളയ സമയത്ത് മഹാദേവൻ താണ്ഡവ നൃത്തം ചെയ്യുന്നു എന്നും മഹാതാണ്ഡവ സാക്ഷിണിയാണ് ദേവി എന്നും നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ദേവി മഹാപ്രളയ സാക്ഷിണിയാണ്, നേരിൽ കണ്ടവളാണ്. ഇന്നത്തെ നമ്മുടെ നാമങ്ങളും അവയുടെ അർത്ഥവും 571-ാം നാമത്തിൽ അവസാനിക്കുന്നു. നമുക്കിനി 5 ശ്ലോകങ്ങൾ ചൊല്ലാം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യ വിയദാദിജഗത്പ്രസൂ സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ചിന്ത്യരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി. 572 മുതൽ
600 വരെയുള്ള നാമങ്ങൾ 116 മുതൽ 120 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം.